പ്രിയപ്പെട്ടവരെ, നമ്മുടെ റോഡുകളിൽ എല്ലാ ദിവസവും ഓരോ ജീവനുകൾ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ വെച്ചിട്ട് ഒരു വിദ്യാർത്ഥി അമിത വേഗത്തിൽ വന്നിരിക്കുന്ന ബസ്സിടിച്ച് മരിക്കുകയുണ്ടായി. എല്ലാ ദിവസവും ഓരോ വ്യക്തികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ്. നമുക്കറിയാം, കോഴിക്കോട് പേരാമ്പ്ര കുറ്റ്യാടി റോഡുകളിൽ ഓടുന്ന ബസ്സിലെ ഡ്രൈവർമാരുടെ സ്വഭാവം. ഡ്രൈവർമാർ മാത്രമല്ല, അതിലെ കണ്ടക്ടർമാര്, അതിലെ ക്ലീനർമാരുടെ സ്വഭാവം. എല്ലാവരും ക്രിമിനലുകളാണ്. അതിലുപരി എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഇതിനെതിരെ എന്തുകൊണ്ട് പോലീസ് കൃത്യമായ നടപടിയെടുക്കുന്നില്ല? എന്തുകൊണ്ട് ഗതാഗത വകുപ്പ് കൃത്യമായ നടപടിയെടുക്കുന്നില്ല? എന്തുകൊണ്ട് സർക്കാർ കൃത്യമായ നടപടിയെടുക്കുന്നില്ല? കേരളത്തിലെ മൊത്തത്തിലുള്ള കാര്യം ഞാൻ പറയുന്നത്, കേരളത്തിലെ എല്ലാ ബസ് ഓടിക്കുന്ന ആൾക്കാരും ഇതേ ക്രിമിനൽ സ്വഭാവമുള്ളവരാണ്. എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഹാൻസ് മുതൽ അങ്ങോട്ട് തുടങ്ങുന്ന പലതരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നവരാണ്. അമിത വേഗതയിലല്ലാതെ ഇവരാരും വണ്ടി ഓടിക്കാറില്ല. ഇവർക്കൊരു ഒരു കാര്യം അറിയാം, ഇവരുടെ വലിയ വാഹനമായതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും സംഭവിക്കില്ല എന്ന്. ചെറിയ വാഹനങ്ങളെ കാണുമ്പോഴത്തേക്കും ഇവർക്കൊരു പുച്ഛമായ സ്വഭാവമാണ്. പ്രത്യേകിച്ച് ബൈക്കിൽ വരുന്നവരെ, അതുപോലെ തന്നെ സ്ത്രീകളെ, പ്രായമായവരെ ഒച്ചത്തിൽ ഓണടിച്ചുകൊണ്ട് അമിത വേഗത്തിൽ പോയി ശല്യം ചെയ്യുന്നൊരു സ്വഭാവം ഇവർക്കുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് KB ഗണേഷ് കുമാറിനോടാണ്. എന്തിനാണ് ഇയാളൊരു മന്ത്രിയായിട്ട് ഇവിടെ ഇരിക്കുന്നത്? സിനിമാ സ്റ്റൈലിൽ ഒരുപാട് ഡയലോഗുകൾ പറയും, ഞാൻ അങ്ങനെ ചെയ്യും, പിന്നെ ഉദ്യോഗസ്ഥന്മാരെ ചില സ്ഥലത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചോദിക്കും, അവരോട് ദേഷ്യപ്പെടും. അതല്ല ഇവിടെ വേണ്ടേ. സിനിമാ സ്റ്റൈലല്ല ഇവിടെ വേണ്ടേ. കൃത്യമായ നടപടിയാണ് വേണ്ടത്. നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കുന്നു? എത്രയോ ആൾക്കാർ ദിവസം മരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും കാരണം അമിത വേഗതയാണ്, വളരെ നല്ല ഓവർടേക്കാണ്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടുള്ള കൊണ്ടാണ്. എന്തുകൊണ്ട് നിങ്ങൾക്കിതിലെ കൃത്യമായ നടപടിക്കാൻ സാധിക്കുന്നില്ല? ഇവരുടെ ലൈസൻസ് നിങ്ങൾ ഒരു മാസമോ അല്ലെ കുറച്ച് ദിവസം സസ്പെൻഡ് ചെയ്ത് ഇതേ ഡ്രൈവർ തന്നെ ഇതേ വാഹനത്തിൽ കയറി വാഹനം ഓടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. മറ്റൊന്ന്, പോലീസ് കേരളത്തിൽ പോലീസ് ഉണ്ടോ? സംശയമാണ്. കാരണം ഏറ്റവും കൂടുതൽ ലഹരി ഒഴുകുന്ന സംസ്ഥാനം ഇന്ന് കേരളമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുട്ടികൾ ഉൾപ്പെടുന്നുണ്ട്, വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടുന്നുണ്ട്, മറ്റ് പലതരത്തിലുള്ള ആൾക്കാർ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ പോലീസിന് കൃത്യമായ നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഒരു പരാജയം തന്നെയായിരിക്കാം. ഞാൻ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാരെന്ന് നിങ്ങൾക്കറിയാലോ, ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹത്തിന് ഒരുപക്ഷെ പല കാര്യങ്ങളും നോക്കാൻ ഇപ്പോൾ സമയമില്ല. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ഒരിക്കൽ പറയാം. ഇവിടെ മരിച്ചുപോയ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തിനും മറ്റൊന്ന്, ഒരുപാട് സ്വപ്നങ്ങളുള്ള സമൂഹത്തിൽ എവിടെ എത്തിച്ചേരേണ്ട ആ വിദ്യാർത്ഥിക്കുമാണ് നഷ്ടമുണ്ടായിരിക്കുന്നത്, മറ്റാർക്കുമല്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഈ ബസിന്റെ അമിത വേഗത കൊണ്ടാണ് ഇവിടെ അപകടമുണ്ടായിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, കൃത്യമായി പ്രതികരിക്കുക. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനാധിപത്യത്തിലെ ജനങ്ങൾ പ്രതികരിച്ചാൽ മാത്രമാണ് ഒരു മാറ്റം വരികയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആൾക്കാരൊക്കെ, അവർക്കൊക്കെ ഒരുപാട് സമ്പാദ്യമുണ്ട്, അവരുടെ മക്കൾ പഠിക്കുന്ന വിദേശത്താണ്, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് വലിയ മാറ്റമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന KB ഗണേഷ് കുമാറിനെ കുറിച്ചാണെങ്കിൽ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇട്ടുമൂടാൻ കണക്കിന് സ്വത്തുണ്ട്, എത്രയോ തലമുറകൾക്ക് കഴിയണം. അയാളെ സംബന്ധിച്ച് ഇവിടെ വലിയ മാറ്റം വന്നില്ലെങ്കിലും അയാൾക്കൊന്നുമില്ല. ഈ മന്ത്രി കസാര ഇല്ലെങ്കിലും അയാൾക്കൊന്നുമില്ല. എങ്ങനെയായാലും അയാൾ എല്ലാവിധ ലഹരിയിലൂടെയും കടന്നു പോകുന്ന വ്യക്തിയാണ്. സിനിമ എന്ന് പറഞ്ഞ ലഹരിയിലൂടെ, അധികാരം എന്ന് പറഞ്ഞ ലഹരിയിലൂടെ, രാഷ്ട്രീയം എന്ന് പറഞ്ഞ ലഹരിയിലൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തിയാണ്. അയാളെ സംബന്ധിച്ച് ഈ ഒരു പൊസിഷൻ ഇല്ലെങ്കിലും അയാൾ ഇവിടെ തന്നെ ഉണ്ടാകും.
ജനങ്ങൾ പ്രതികരിക്കുക, സമൂഹം പ്രതികരിക്കുക. ഒരുപക്ഷെ നാളെ എനിക്കും നിങ്ങൾക്കുമായിരിക്കാം ഇതുപോലെ വലിയ അപകടങ്ങൾ വന്നു ചേരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ആയിരിക്കാം. പിണറായി വിജയനോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. കൃത്യമായി നടപടിയെടുക്കുക. നിങ്ങൾ 10 വർഷം ഇവിടെ മുഖ്യമന്ത്രി ഇരിക്കുമ്പോഴും ഇറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും ചെയ്തു എന്ന് സ്വയം സമാധാനിപ്പിക്കാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും ചെയ്യുക. അതുപോലെ തന്നെ ഗണേഷ് കുമാറിനോടും ഒരു മന്ത്രിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തെന്ന് സ്വയം സമാധാനിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. അത്ര മാത്രമേ പറയുന്നുള്ളൂ. ഇറ്റ്സ് മീ മനു. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.